ഹലോ ഗൈസ്, കഴിഞ്ഞ എപ്പിസോഡ് ആ സൈക്കോയും വീണ്ടും നമ്മുടെ എംസോളിനെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോയി കാണും. അങ്ങനെ അതിനുശേഷം എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ കാണാം. ഇപ്പൊ എംസോളും ചാർജർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകത്തുണ്ട്. ചേട്ടനെ അതന്വേഷിച്ച് വീട്ടിലേക്ക് തന്നെ വരും. അപ്പനാണ് അവൾ അവിടെ കാണാത്തുണ്ട്. ഇവള് വീട്ടിൽ തന്നെ നിൽക്കുമെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എവിടെ പോയെന്ന് ചേട്ടനെ ആലോചിച്ചോണ്ടിരിക്കും. അതേ സമയത്താണ് കുറെ സമയമായിട്ട് അവൾക്ക് വേണ്ടി പ്ലേ ഗ്രൗണ്ടിൽ വെയിറ്റ് ചെയ്തിട്ട് സുൻജയും തിരിച്ച് വീട്ടിലേക്ക് വരുന്ന വഴിക്കാണ് അവളുടെ കുട മാത്രം റോഡിൽ കിടക്കുന്ന കാണുന്നത്. അതോടെ അവനും പെട്ടെന്ന് സംശയം വന്നിട്ട് പെട്ടെന്ന് അവളുടെ വീട്ടിലേക്ക് ചെന്ന് അവൾ അന്വേഷിക്കും. അപ്പനാണ് ഇത് കണ്ട് ചേട്ടനും പേടിച്ചിട്ട്, എടാ ഈ പാതിരാത്രിക്ക് എന്റെ വീട്ടിൽ കയറി നീ എന്തിനാണ് ഇംസോളിനെ തപ്പുന്നത്? നിനക്ക് എന്തുവാ പ്രശ്നം എന്നിന് ചേട്ടനും ചോദ്യം ചെയ്യുമ്പോൾ അവന് ഇംസോൾ വീട്ടിലുണ്ടാന്ന് ചോദിക്കും. അപ്പരാണ് ചേട്ടനും അവൾ ഇന്നത്തെ ദിവസം പുറത്തേക്ക് വരത്തില്ലെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എവിടെ പോയെന്ന് അറിയത്തില്ലെന്ന് ചേട്ടൻ അവനോട് പറയും. ഇത് കേട്ട് അവന് പെട്ടെന്ന് സംശയം വന്നിട്ട് അവൾ എന്തിനാ ഇന്ന് പുറത്തേക്ക് വരത്തില്ലെന്ന് ചേട്ടനോട് പറഞ്ഞും ചോദിക്കും. അപ്പരാണ് ചേട്ടനും, അവൾ എന്ത് ഉദ്ദേശത്തിലാന്ന് പറഞ്ഞെന്ന് എനിക്കെങ്ങനെ അറിയാം, പക്ഷെ കുറച്ചു ദിവസം മുമ്പ് പറഞ്ഞായിരുന്നു ഇന്ന് ഏത് കാരണവശാലും അവളങ്ങ് ദൂരെ ഇരിക്കുന്ന ആ കനാൽ റോഡിന്റെ അവിടെ പോകാൻ സമ്മതിക്കില്ലെന്ന്. കയറെടുത്ത് കെട്ടിയിടാനൊക്കെ പറഞ്ഞു. ഇവൾ എന്തിനാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞ. ഇപ്പൊ അവസാനം അവള് തന്നെ വീട്ടിലില്ല എന്നിന് ചേട്ടനും പറയുമ്പോഴാണ് അവൻ ആലോചിച്ച് നോക്കുന്നത്, കനാൽ റോഡോ? അന്ന് അവിടെ വെച്ച് ഒരു ഫിറ്റായ വ്യക്തിയായിട്ട് പ്രശ്നം ഉണ്ടായപ്പോൾ അവളുടെ ഫോൺ മിസ്സായി കാണും. അപ്പൊ അവൾ എന്നോട് ആ കനാൽ റോഡ് വെച്ച് ആക്സിഡന്റ് നടന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നിന് ഇവനെ ആലോചിച്ച് ചേട്ടനോട് പറയുമ്പോഴാണ് ഇത് കേട്ട് ചേട്ടൻ ഷോക്കായിട്ട്, എന്തോ അവൾക്ക് ആക്സിഡന്റ് നടന്നോ? ഒന്ന് പോടെ ഇറക്കാം, അവൾക്ക് ഇതിലൊന്നും സംഭവിച്ചിട്ടില്ല, ഇനി അവള് സ്വപ്നമെല്ലാം കണ്ട എന്നിന് ചേട്ടനൊന്നും മനസ്സിലാവാതിരിക്കുമ്പോഴാണ് ഇവനെല്ലാം പിടിയിട്ടും. അപ്പൊ ഒരുപക്ഷെ അവള് ഇനി നടക്കാൻ പോകുന്ന കാര്യത്തിനെ കുറിച്ചായിരിക്കും പറഞ്ഞത്. കാരണം ഇതിനു മുമ്പ് സ്വിമ്മിംഗ് പൂളിൽ വെച്ച് ഇവൻ എന്തെങ്കിലുമൊക്കെ ഫ്യൂച്ചർ സംഭവിക്കുന്നൊക്കെ അവള് സ്വപ്നത്തിൽ കണ്ടതായിട്ട് പറഞ്ഞാണ്. അതായത് ഇവ മരിക്കാൻ പോകുന്ന കാര്യമൊക്കെ ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞാണ്. അങ്ങനെ അതൊക്കെ ആലോചിച്ചൊക്കെ അവനും ഒരു അവളിപ്പോ ഡേഞ്ചറിലായിരിക്കും എന്ന് പറഞ്ഞ് അവൻ അപ്പൊ തന്നെ ആ സ്ഥലത്തേക്ക് പോകും. അതേസമയം ഇപ്പൊ ഇംസോളിനെ കാണിക്കുക. അങ്ങനെ ആ സൈക്കോയും ഇതിന് മുമ്പത്തെ പോലെ തന്നെ ആ കനാൽ റോഡിന് സൈഡിലുള്ള സ്ഥലത്തേക്കാണ് അവളെ കിഡ്നാപ്പ് ചെയ്തോണ്ട് പോകുന്നത്. അങ്ങനെ അവന് കാർ ഓഫ് ചെയ്തിട്ട് പുറത്തേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴാണ് ഇവളും ബോധമില്ലാത്ത ആക്ഷൻ കാണിച്ചിട്ട് കറക്റ്റ് സമയം നോക്കി അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നോക്കും. അങ്ങനെ ഈ തവണ അവൾ തീർച്ചയായും രക്ഷപ്പെടണമെന്ന് പറഞ്ഞ് അവൾ പിച്ചാത്തിയും കൊണ്ട് ആ ബാക്കിലത്തെ കയറ് പൊട്ടിച്ചിട്ട് ആ വണ്ടിയുടെ താക്കോലെടുത്തോണ്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഓടിപ്പോവും. അപ്പോഴാണ് അതേസമയം ഇവളെ കൊല്ലാൻ വേണ്ടി ഒന്ന് സൈക്കോ അവൾ കാറില്ലാത്ത കണ്ട് ചിരിച്ചിട്ട് വണ്ടി എടുക്കാൻ നോക്കുമ്പോഴാണ് താക്കോലും കാണത്തില്ല. അതോടെ അവനും കട്ടക്കലിപ്പി വേറൊരു വണ്ടിയായിട്ട് അവളെ ഫോളോ ചെയ്തു പോകും. ഇതോടെ ഇംസോളും പേടിച്ചിട്ട് ആ കാട്ടിലേക്കൂടെ ഓടിപ്പോകാൻ നോക്കുമ്പോഴാണ് അവളും തെന്നിയടിച്ച് തറയിലേക്ക് അങ്ങ് വീഴും. അതേസമയം സുൻജയാണ് അവളെ ആ സ്ഥലത്തേക്ക് അന്വേഷിച്ചിട്ട് അവൾ അവിടെ ഇല്ലാത്തതുകൊണ്ട് അവന് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കേസ് കൊടുക്കും. അപ്പോഴാണ് ഇതിനുമുമ്പ് ഇംസോൾ സംസാരിച്ച പോലീസായിരിക്കും അവിടെ നിൽക്കുന്നത്. അങ്ങനെ അയാൾ ഇത് കേട്ടിട്ട് ആ കളഞ്ഞുപോയ വ്യക്തി ആ കനാൽ റോഡിൽ തന്നെ ഉണ്ടെന്ന് ഇവൻ എങ്ങനെ അറിയാൻ ചോദിക്കും. അങ്ങനെ ഇങ്ങേറെ ചോദ്യം കേട്ട് അവനും ടെൻഷനായി. ഇപ്പൊ ചോദ്യം ചെയ്യാവുന്ന സമയമെന്ന് പറഞ്ഞ് പെട്ടെന്ന് അവിടെ ചെന്ന് അന്വേഷിക്കാൻ പറയുമ്പോഴാണ് അങ്ങേര് റീസെന്റ് ആയിട്ട് അവർ മർഡർ നടന്നുകൊണ്ട് ഇപ്പൊ അവിടേക്ക് പോകുന്ന കുറച്ച് സീനാന്ന് പറയും. ഇതോടെ അവനും മൊത്തം ടെൻഷനായി. ഇങ്ങേരെ വിശ്വസിപ്പിക്കാൻ എന്താ ചെയ്യണമെന്ന് അറിയാതെ അവൻ തിരിച്ച് അവിടെ നിന്ന് പോകാൻ നോക്കുമ്പോഴാണ് ആ പോലീസുകാരൻ സംസാരിച്ചോണ്ടിരിക്കും. ഇതിനുമ്പോ ഒരു പെങ്കൊച്ചൊന്നും പറഞ്ഞില്ലായിരുന്നു ഇന്നത്തെ ദിവസം അവളെ ആരണ്ട് കനാൽ റോഡ് വെച്ച് കിഡ്നാപ്പ് ചെയ്ത് ആക്സിഡന്റ് ഒക്കെ നടത്തുന്നു. എല്ലാവർക്കും എന്തോടെ ആ കനാൽ റോഡ് ഇന്ന് സംഭവിക്കാൻ പോകുന്നത്? ഇവരൊക്കെ നാടകം കളിക്കുകയാണ് എന്തിനാ പോലീസ് സംസാരിക്കുന്നതൊക്കെ ഇവനും കേട്ട് പെട്ടെന്ന് ഷോക്കാകും. അതേസമയം ഇവളാണ് ആ സൈക്കോയിൽ നിന്ന് രക്ഷപ്പെട്ട് വരുമ്പോഴാണ് ഇവളുടെ ഫ്രണ്ട് ആ കനാൽ റോഡ് കാണുന്നത്. ഇത് കണ്ട് അവളും പേടിച്ചിട്ട് ഇപ്പൊ ആ സ്ഥലത്തേക്ക് പോയാൽ പഴയതുപോലെ സംഭവിക്കുന്ന അറിഞ്ഞ് അവള് വേറെ സ്ഥലത്തോടെ ഓടിപ്പോകാൻ തീരുമാനം എടുക്കും. അങ്ങനെ അവൾ അവിടെ നിന്ന് രക്ഷപ്പെട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് കറക്റ്റ് അതേസമയം ഈ പോലീസുകാരൊന്നും സഹായിക്കത്തുണ്ട്. സുൻജയ് വീണ്ടും അവളെന്നെ അവിടേക്ക് വരും. അപ്പോഴാണ് ഇംസോളും പേടിച്ച് ഓടി വരുന്നത് ഇവൻ കാണുന്നത്. അത് കണ്ടതോടെ അവൻ അപ്പൊ തന്നെ അവളുടെ അടുത്തേക്ക് ഓടി ചെല്ലുമ്പോഴാണ് ആ സൈക്കോ പുറകെ ഇങ്ങനെ സ്പീഡ് വന്നോണ്ടിരിക്കുമ്പോൾ ഇവളും കുറെ ദൂരം ഓടി വന്നുകൊണ്ട് അവളെ ക്ഷീണിച്ച് അവിടെ തന്നെ വീണു. ഇത് കണ്ട് സുൻജയ് ശബ്ദത്തിൽ അവളുടെ അടുത്തേക്ക് ഓടി ചെല്ലുമ്പോഴാണ് ഇവളും പുറകെ സൈക്കോ നോക്കിയിട്ട് അവൾ മനസ്സിൽ വിചാരിക്കും അവളുടെ വിധിയെ പഴയതുപോലെ തന്നെ ഏറ്റെടുക്കണോ വേണ്ടയോന്ന്. കാരണം അവൾക്ക് ഇനി ഓടാൻ പോലും വയ്യ. അങ്ങനെ അതുകൊണ്ട് അവള് വിധി ഏറ്റെടുത്ത് കണ്ണടച്ചിരിക്കുമ്പോഴാണ് കറക്റ്റ് ആ സമയം തന്നെ ടേസോങ്ങിന്റെ അച്ഛനും ഇവളെ കണ്ട് കാർ അടുത്തേക്ക് കൊണ്ടുവന്ന് നിർത്തും. അതുകൊണ്ട് ആ സൈക്കോ ഇവൾ ഇടിച്ചിടാതെ അവിടെ നിന്ന് പോകുമ്പോഴാണ് സുൻജയ് അടുത്തേക്ക് വന്നിട്ട് ഇവൾക്ക് എന്തെങ്കിലും പറ്റുകയും ചോദിക്കും. അപ്പോഴാണ് അവൾ ജീവനോട്ടിരിക്കുന്നുണ്ട്. ഇവൾ ഇപ്പൊ ആക്സിഡന്റ് തടഞ്ഞെന്നറിഞ്ഞ് സന്തോഷത്തിരിക്കും. അങ്ങനെ അടുത്ത സീനി ഇവൾ നടക്കായിരുന്നതൊക്കെ മാറ്റിയതുകൊണ്ട് വീണ്ടും ടൈം ട്രാവൽ ചെയ്ത് ഫ്യൂച്ചറിലേക്ക് അങ്ങ് പോകും. അങ്ങനെ ആ ഒരു നിമിഷം ഇവർ രണ്ടുപേരും കൂടെ ഇംസോളിന് എന്താ പറ്റിയെന്ന് പറഞ്ഞ് അവളെ വിളിച്ചുണർത്തുമ്പോഴാണ് പെട്ടെന്ന് അവൾക്കും ബോധം വന്നിട്ട് അവളിപ്പോ എവിടെ ഉള്ളതെന്ന് പറഞ്ഞ് അവൾ മൊത്തത്തിൽ കൺഫ്യൂസ് ആയിരിക്കും. കാരണം ഇത് സ്കൂളിൽ പഠിക്കുന്ന ഇംസോള. അതുകൊണ്ട് അവൾക്കൊന്നും മനസ്സിലാവാതെ പെട്ടെന്ന് ബോധം കെട്ടങ്ങ് വീഴും. അതേസമയം ഇവിടെ ഇംസോള് ഫ്യൂച്ചർ കണ്ണുറന്ന് നോക്കുമ്പോഴാണ് അവളേതോ ഫിലിം ഷൂട്ടിംഗ് പങ്കെടുത്തോണ്ടിരിക്കും. പക്ഷെ അവളുടെ ഡ്രസ്സിംഗ് സ്റ്റൈലെ കണ്ടിട്ട് ഇനി ടൈം ട്രാവൽ ചെയ്ത് ഫ്യൂച്ചറിന് പകരം പഴയ കാലഘട്ടത്തിൽ പോയെന്ന് പറഞ്ഞ് അവള് പേടിച്ചിരിക്കും. കാരണം ഇവൾ ഇവിടെ ആക്ട് ചെയ്തോണ്ടിരിക്കുന്ന ഒരു ഹിസ്റ്റോറിക്കൽ ഡ്രാമയാ. അതോടെ അവള് മൊത്തത്തിൽ പേടിച്ചിട്ട് നിലവിളിക്കുമ്പോഴാണ് പെട്ടെന്ന് ഡയറക്ടറും കട്ട് പറഞ്ഞിട്ട്, ആരാടാ ശബ്ദം ഉണ്ടാക്കുന്നത്? എടാ അസിസ്റ്റന്റ് ഡയറക്ടറെ, ആ എക്സ്ട്രേ കുറച്ച് മിണ്ടായിരിക്കാൻ പറയാ എന്നിങ്ങനെ അങ്ങേര് മഴ കുറയും. അപ്പോഴാണ് ഇവൾക്ക് പെട്ടെന്ന് ബോധം വന്നിട്ട്, അപ്പൊ ഞാൻ ഫ്യൂച്ചർ തന്നെയാണ് വന്നേക്കുന്നത്, ഇപ്പൊ ഞാൻ അവിടെ ഉള്ള. അപ്പോഴാണ് അവൾക്ക് ആശ്വാസം വരുന്നത് ഇത് ഫ്യൂച്ചർ തന്നെയാന്ന്. അതോടെ അവള് മൊത്തം സന്തോഷത്തിലാകും. ഇവളുടെ ആക്സിഡന്റ് തടഞ്ഞോണ്ട് അവളുടെ കാല് തിരിച്ചു കിട്ടി. അങ്ങനെ
ആ സന്തോഷത്തിൽ അവളുടെ കണ്ണിൽ നിന്ന് വെള്ളം വന്നോണ്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് ഒരു വ്യക്തിയെ വന്നിട്ട് ഇവൾ സമാധാനപ്പെടുത്തും. ഇംസോൾ, അവസാന നിമിഷം നിനക്ക് ഡയലോഗൊക്കെ മാറ്റി തന്നാ നിനക്ക് ഇങ്ങനെയൊക്കെ മിസ്റ്റേക്ക് ഒക്കെ പറ്റും എന്നും പറഞ്ഞ് നീ ഇങ്ങനെ കരയാവ്. ഞാൻ ആ ഡയറക്ടറിനോട് സംസാരിക്കാം എന്നിട്ട് ഇവനും കുറച്ച് സപ്പോർട്ടീവായിട്ട് സംസാരിക്കുമ്പോഴാണ് ഇവളും പെട്ടെന്ന് അവനും നോക്കിയിട്ട് അതൊക്കെ ഇരിക്കട്ടെ നീ ആരാ എന്നിട്ട് ഇവള് ചോദിക്കുമ്പോഴാണ് അവന് ഷോക്കാവും. അപ്പോഴാണ് ഇവൾക്ക് പെട്ടെന്ന് പിടിയിട്ടും ഇതിനുമുമ്പ് ഇവളൊരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തപ്പം അവളെ ഡിസ്ക്വാളിഫൈ ആയി കാണും. അങ്ങനെ ആ വ്യക്തിയാണ് ഇപ്പൊ അവൾക്ക് ജോലി വന്നേക്കുന്നത്. അങ്ങനെ അതും ആലോചിച്ച് അവൾ സന്തോഷത്തിൽ എനിക്ക് കാലുകൊണ്ട് ജോലി ഉണ്ടെന്ന് പറഞ്ഞ് അവൾ വീണ്ടും സന്തോഷത്തിൽ കരയാൻ തുടങ്ങും. അതിനുശേഷം അവളും ടെൻഷനായിട്ട് ഇനിയിപ്പോ സുൻജയുടെ ഫ്യൂച്ചർ മാറിയല്ലെന്നറിയാൻ വേണ്ടി അവൻ ജീവനോടെ ഉണ്ടല്ലെന്ന് അവള് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കും. അങ്ങനെ അവളും പേടിച്ച് സെർച്ച് ചെയ്തിട്ട് കണ്ണോർ നോക്കുമ്പോഴാണ് അവൻ ജീവനോടെ ഉണ്ടെന്ന് അതിനകത്ത് കാണിച്ചേക്കും. അപ്പോഴാണ് അവൾക്ക് സന്തോഷം വരുന്നത്. അപ്പോഴാണ് പെട്ടെന്ന് അവളൊരു കാര്യം ഓർത്തിട്ട് ഇന്ന് രാത്രി 12 മണിക്ക് ആ സ്കൂളിന്റെ അവിടെ വെച്ച് ഇന്ന് അവനെ മീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു കാണും. കാരണം ഇവള് പാസ്റ്റിൽ ചെന്ന് ഒരു സാധനം രണ്ടുപേരും കൂടെ കുഴിച്ചു വെച്ച് കാണും. അങ്ങനെ അത് ഇന്ന് രാത്രി ആയിരിക്കും ഇവർ ഒരുമിച്ച് കുഴിച്ചെടുക്കാന്ന് പറഞ്ഞ്. അങ്ങനെ ഇവള് സമയം കഴിഞ്ഞോണ്ട് പെട്ടെന്ന് അവിടേക്ക് ചെല്ലുമ്പോഴാണ് അതേസമയം ഇവര് കുഴിച്ചു വെച്ച സ്ഥലത്ത് ഇപ്പൊ മതിലായിരിക്കുള്ള. അതുകൊണ്ട് അവളിന് ഇത് എടുക്കാൻ പറ്റത്തില്ലെന്ന് വിചാരിച്ച് തിരിച്ചവിടെ നടന്നു പോകും. അപ്പോഴാണ് അതേസമയം ഇവൾക്ക് ഓപ്പോസിറ്റ് കാറി സുൻജെ അവിടെ നിന്ന് പോകുന്നത്. കാരണം ഇവൾക്ക് മുമ്പേ തന്നെ അവള് പറഞ്ഞ സമയത്ത് അവൻ അവിടെ എത്തിക്കാണും. പക്ഷെ ഇവൾ അവിടെ വന്നില്ലെന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോകും. അതിനുശേഷം അവനും അവന്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോഴാണ് അവന്റെ ബാത്റൂമിൽ ആരാണ്ട് ഇങ്ങനെ കുളിച്ചോണ്ടിരിക്കും. ഇത് കണ്ട് അവനും പതിയെ ഇങ്ങനെ അടുത്തേക്ക് ചെന്നിട്ട് എടാ നാണയില്ലാത്തവനെ, നിനക്ക് നിന്റെ വീട്ടിൽ ചെന്ന് കുളിച്ചാൽ പോരാടാ, എന്നോട് പോലും പറയാതെ നീ എന്റെ ബാത്റൂമിൽ നിന്ന് കുളിക്കണം എന്നിട്ട് അവന് കൂട്ടുകാരനെ വിളിച്ചുണർത്തും. അവരാണ് അവനും ചിരിച്ചോണ്ട് അളിയാ എന്റെ ബാത്റൂമിനേക്കാൾ നിന്റെ ബാത്റൂമ പോളി, ഇവിടെ നിന്ന് നല്ല സൈറ്റാന്ന് കണ്ടോ, എന്ത് സെറ്റപ്പ് ആയിട്ടൊക്കെ നീ വീടൊക്കെ പണിഞ്ഞേക്കുന്നത്, നീ വേണേ ഈ ബാത്റൂമിന് മാത്രം എന്റെ നിന്ന് പൈസ വാങ്ങിച്ചോ, ഞാൻ ഇത് വാടകയ്ക്ക് എടുത്തോളാം എന്നിനെ കൂട്ടുകാരനും പറയുമ്പോഴാണ് ഇത് കേട്ട് അവനും ദേശത്തി ഇറങ്ങി പോടാൻ മതിയായിരിക്കും, ഇതൊന്നും പബ്ലിക് ടോയ്ലറ്റ് അല്ല, ഞാൻ വാടകയ്ക്ക് കൊടുക്കാൻ എന്നിന് അവനും പറഞ്ഞിട്ടങ്ങ് പോകും. അപ്പോഴാണ് അതേസമയം ഇവന്റെ വീട്ടിന്റെ പുറത്ത് ഏതോ ഒരു ഫാങ്കുകള് അകത്തേക്ക് കയറാൻ വേണ്ടി പാസ്വേഡ് ഒക്കെ അടിച്ചു വെക്കും. ഇതോടെ അവൻ ഉദ്ദേശിച്ച് ഡോർ ഉറക്കുമ്പോഴാണ് പെട്ടെന്ന് സെക്യൂരിറ്റി അവളിട്ടും ഓട്ടിക്കും. അങ്ങനെ ഈ കൊച്ചു കുറെ പ്രാവശ്യം അവന്റെ വീട്ടിലേക്ക് കയറാൻ വേണ്ടി ട്രൈ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അവന് ഫോൺ വിളിച്ച് ഈ കാര്യം പോലീസിനോട് ഇൻഫോം ചെയ്യും. അതേസമയം സുൻജയുടെ വീടിന്റെ പുറത്ത് വരെ ഇംസോളും വന്ന് നിന്നിട്ട് അവളും തിരിച്ച് അവിടെ നിന്ന് പോകാൻ നോക്കുമ്പോഴാണ് ഈ ഫാൻകളും ഇംസോളിനെ ഇടിച്ചിട്ടിട്ട് അവിടെ നിന്ന് പോകും. പക്ഷെ ഇവരുടെ ഒരേ ഡ്രസ് ഇട്ടേക്കുന്നുണ്ട്. അവളെ ഓട്ടിച്ച സെക്യൂരിറ്റി ഇംസോൾ ആ ബെങ്കോച്ചെന്ന് പറഞ്ഞ് ഇവള് പൊക്കിയെടുത്തോണ്ട് പോകും. അങ്ങനെ ആ പോലീസ് ഇവളോട് ചോദ്യം ചെയ്യുമ്പോഴാണ് ഇവൾ അതൊന്നും മൈൻഡ് ചെയ്യാതെ സുൻജയുടെ ഫോട്ടോ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. സാറേ സുൻജയെ കാണാൻ ലുക്കല്ലേ, അവൻ ജീവനോടുള്ളത് എനിക്ക് സന്തോഷായി എന്നിട്ട് ഇവള് പറയുമ്പോഴാണ് അങ്ങേരും ദേശത്തി അതൊക്കെ ഇരിക്കട്ടെ മോളെ, നിനക്കൊരു രക്ഷയില്ലെന്നാ തോന്നുന്നത്, അവൻ മാത്രം നിന്റെ പേരിപ്പം കേസ് ഫയൽ ചെയ്താ പിന്നെ നിനക്ക് പുറത്തേക്ക് ഇറങ്ങാനേ പറ്റത്തില്ല, പിന്നെ ജയിൽ അവസ്ഥയായിരിക്കും എന്നിട്ട് ഇങ്ങേരും പറയുമ്പോഴാണ് ഇത് കേട്ട് അവള് ഷോക്കായിട്ട് ഞാൻ എന്തോ ചെയ്ത, സുൻജയുടെ വീടിന്റെ പുറത്തേക്ക് നിന്നാ ഇത്രയും പ്രശ്നമാവോ, ഞാൻ അകത്തേക്കൊന്നും കേറില്ല എന്നിട്ട് ഇവള് പറയുമ്പോഴാണ് ഇത് കേട്ട് അങ്ങേരും അകത്തേക്ക് കേറില്ലെന്നോ, നീയല്ലേ പാസ്വേഡ് ഒക്കെ അടിച്ച് അവന്റെ റൂമിനകത്ത് കയറാൻ നോക്കിയ, അവന്റെ ഒരു അനുവാദം മതി നിന്നെ പിടിച്ച് അകത്തിടാൻ എന്നിട്ട് ഇങ്ങേര് പറയുമ്പോഴാണ് അവൾക്ക് കാര്യമെല്ലാം പിടികിട്ടിയിട്ട് സാറേ അത് ഞാനല്ല, അത് വേറൊരു പെങ്കൊച്ച, ഞാൻ ജസ്റ്റ് പുറത്തു നിന്നേ ഉള്ളു എന്നിട്ട് ഇവള് സത്യം പറയുമ്പം ആ പോലീസ് അത് വിശ്വസിക്കത്തില്ല. അപ്പോഴാണ് അവിടേക്ക് വേറൊരു പോലീസും വന്നിട്ട് സുൻജ കേസ് ഫയൽ ചെയ്യുന്നില്ലെന്ന് പറഞ്ഞ കാര്യം പറയും. ഇത് കേട്ട ആ പോലീസും ആ മോളെ ഈ തവണ നീ രക്ഷപ്പെട്ട്, അവൻ നല്ല പയ്യനായതുകൊണ്ട് നിന്നെ ജസ്റ്റ് വാൺ ചെയ്തിട്ട് വിടാൻ പറഞ്ഞു എന്നിട്ട് ഇങ്ങേര് പറഞ്ഞോടെ പെട്ടെന്ന് അവളും ദേഷ്യപ്പെടും. അതെങ്ങനാ, അവന്റെ വീട്ടിൽ ഒരാൾ കയറാൻ നോക്കി എന്നിട്ട് അവൻ കേസ് ഫയൽ ചെയ്തതിൽ എങ്ങനാ, ഇത്രയ്ക്ക് മനസാക്ഷി ഒന്നും വേണ്ട, അവളെ പിടിച്ച് അകത്തിട് എന്നിട്ട് ഇവള് ദേഷ്യപ്പെടുമ്പോഴാണ് അങ്ങേരും മോളെ അകത്തിടണമെങ്കിൽ നിന്നെ പിടിച്ച് അകത്തിടണ്ട, നീയല്ല അവന്റെ വീട്ടിൽ കയറാൻ നോക്കിയ എന്നിട്ട് ഇവർ തമ്മിൽ പ്രശ്നമാകും. അതോടെ ഇംസോൾ പറയുന്നൊന്നും അവരും കേൾക്കാതെ അവളെ ഫോഴ്സ് ചെയ്ത് അവിടെ നിന്ന് പുറത്തേക്ക് പറഞ്ഞേക്കും. അതിനുശേഷം ഇപ്പൊ സുൻജയെ കാണിക്കുക. അങ്ങനെ അവന്റെ കൂട്ടുകാരനും കുളിച്ചിട്ട് ഇവിടെ നിന്ന് പോകാതിരിക്കുന്നിട്ട് നീ ഇവിടെ തന്നെ സെറ്റിൽ ആകാൻ പോകണമെന്ന് സുൻജ അവനെ ചോദ്യം ചെയ്യും. അപ്പനാണ് അവൻ അടുത്തേക്ക് വന്നിരുന്നിട്ട് എടാ സുൻജയ നിനക്കൊരു സിനിമയെ ചാൻസ് കിട്ടില്ല, നീ അത് ആക്ട് ചെയ്യാത്തത്, നീ തന്നെ റിജക്ട് ചെയ്ത, അത്രയ്ക്ക് ആറ്റിറ്റ്യൂഡോ എന്നിനെ കൂട്ടുകാരൻ ചോദിക്കുമ്പോഴാണ് അവൻ ആ സ്ക്രിപ്റ്റ് എടുത്ത് കാണിച്ചിട്ട് എടാ സിനിമയുടെ പേര് ഹീറോ, പക്ഷെ ഇതിന്റെ കഥ നീ കേട്ട് നോക്കണം, ഇതിലെ നടി ഒരു മെർമെയ്ഡ്, അവള് കടലിൽ നിന്ന് പുറത്തേക്ക് വന്ന് നോർത്ത് കൊറിയയില് പെട്ടുപോന്ന്, അവിടാണ് നടൻ അതായത് ഞാനുള്ള എന്നിന് ഇവനും കഥ പറയുമ്പോഴാണ് ഇത് കേട്ട് കൂട്ടുകാരനെ സന്തോഷത്തി ഓ അപ്പൊ ഇതൊരു അന്യായ റൊമാൻറ്റിക് സ്റ്റോറി അല്ലേ എന്നിന് അവൻ ചോദിക്കും. അപ്പനാണ് സുൻജയും ഞാനും ആദ്യം അതൊക്കെ ഉദ്ദേശിച്ച, പക്ഷെ ഇത് റൊമാൻറ്റിക് സ്റ്റോറി അല്ല, ഇവ രണ്ടുപേരും കൂടെ അവിടുത്തെ സോംബേസിനെല്ലാം അറ്റാക്ക് ചെയ്യും എന്നിന് ഇവനും പറയുമ്പം ഇത് കേട്ട് കൂട്ടുകാരൻ വീണ്ടും ഷോക്കായി ഓ അപ്പൊ ഇത് ആക്ഷൻ പാക്ക് ആയിട്ടുള്ള സിനിമയല്ലേ, നിനക്ക് ഗണ്ണും കുറെ വെപ്പൺസ് ഒക്കെ തരും, മാസായിരിക്കും എന്നിനെ കൂട്ടുകാരൻ വീണ്ടും എക്സൈറ്റ് ചെയ്യുമ്പം അവനും കഥ ഇതുവരെ തീർന്നിട്ടില്ലെന്ന് പറയും. വെയിറ്റ് ഞാനും അങ്ങനെ വിചാരിച്ചു, പക്ഷെ ഇത് രണ്ടുമല്ല, ആ നോർത്ത് കൊറിയയിലെ നടനില്ല അതായത് ഞാനൊരു ഏലിയനാന്ന്, ഇതെന്തുവാ കഥയെന്ന് എനിക്കൊരു വീഡിയോയും കിട്ടിയില്ല എന്നിനെ സുൻജയും പറഞ്ഞോടെ ഇതൊക്കെ ഒരു കഥയാണെന്ന് പറഞ്ഞ് ഇവ രണ്ടുപേരും സംസാരിച്ചോണ്ടിരിക്കും. അപ്പനാണ് അവിടേക്ക് വേറെ സ്റ്റാഫ് ഓടി വന്നിട്ട് സുൻജയ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്, നീ ഹീറോ സിനിമ ആക്ട് ചെയ്യുന്നില്ലെന്ന് പറഞ്ഞില്ലേ, ഈ സ്ക്രിപ്റ്റ് തന്ന പെങ്കൊച്ചായിരുന്നു നിന്നെ എപ്പോഴും ഫോളോ ചെയ്തോണ്ട് വീട്ടിലേക്ക് വരുന്നത്, അവളാ
ആസിഡ് ഒക്കെ അടിച്ചിട്ട് ഞാൻ പോലീസ് സ്റ്റേഷനിൽ വെച്ച് കണ്ടായിരുന്നു എന്നിന് ഇവനും പറയും. കാരണം ഈ സ്ക്രിപ്റ്റ് എന്നത് ഹിംസോളിന്റെ കമ്പനി എന്നായിരിക്കും. പക്ഷെ ഇപ്പൊ ആ ഫാൻ ഗേൾ ഇടയ്ക്കേറുന്നോണ്ട് രണ്ടും ഒരേ വ്യക്തിയാന്ന് ഇവനും തെറ്റിദ്ധരിച്ച്. പക്ഷെ സുൻജയ് ഇതുവരെ നേരിട്ട് ഹിംസോളിനെ കണ്ടിട്ടില്ല. അവൻ ജസ്റ്റ് സ്ക്രിപ്റ്റ് മാത്രം വായിച്ചെന്നേ ഉള്ളു. അതിനുശേഷം ഇപ്പൊ അടുത്ത ദിവസം ഇവളെ സന്തോഷത്തിൽ സുൻജയുടെ ഫ്യൂച്ചർ മാറ്റാൻ വേണ്ടി പോയ ഇവള് അവളുടെ ഫ്യൂച്ചർ തന്നെ മൊത്തത്തിൽ ചേഞ്ച് ആയി സന്തോഷത്തിരിക്കും. കാരണം ഇവൾക്ക് ഇപ്പൊ ഒരു ജോലിയുണ്ട്, മൊത്തത്തിൽ ഒരു റിച്ച് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡാ. അങ്ങനെ അവളും വെറൈറ്റി ആയിട്ടുള്ള ഷൂസ് ഒക്കെ കണ്ടിട്ട് അവൾക്ക് ഇഷ്ടപ്പെട്ട ഹീൽസ് ഒക്കെ എടുത്തിടുമ്പോഴാണ് പെട്ടെന്ന് അവിടേക്ക് അമ്മൂമ്മയും വന്നിട്ട് ഇപ്പൊ എന്റെ ഹിംസോളിന് നടക്കാൻ പറ്റുന്നെന്ന് അവൾ സന്തോഷത്തിരിക്കും. അപ്പോഴാണ് ഈ ഡയലോഗ് ആയിട്ട് പെട്ടെന്ന് അവൾ ഷോക്കായിട്ട് അമ്മൂമ്മ അപ്പൊ നിങ്ങൾക്ക് ഓർമ്മയുണ്ട് എനിക്ക് കാർ ആക്സിഡന്റ് ഒക്കെ ആയത് ഏതിന് ഇവള് വഹിക്കുമ്പോഴാണ് അമ്മൂമ്മയും പിന്നല്ലാതെ ചേച്ചി എനിക്ക് എല്ലാം ഓർമ്മയുണ്ട് ഏതിന് അമ്മൂമ്മയും ചിരിച്ചോണ്ടിരിക്കും. കാരണം ഇവർക്കിപ്പോ കുറച്ച് മെന്റലി പ്രശ്നമുണ്ട്. പക്ഷെ അവർ ആ ഡയലോഗ് പറഞ്ഞു കേട്ട് ഇവള് മൊത്തത്തിൽ ഷോക്കായിരിക്കും. അപ്പോഴാണ് അവിടേക്ക് അമ്മയും വന്നിട്ട് ജോലിക്ക് വന്ന് അവളെ ശല്യപ്പെടുത്തണം എന്ന് പറയുമ്പോഴാണ് പെട്ടെന്ന് അവൾ അമ്മയോട് ചോദിക്കും അമ്മ ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ എന്നെ ഒരാൾ കിഡ്നാപ്പ് ചെയ്തില്ല, അയാളുടെ അവസ്ഥ എന്തോ ഇപ്പം ഏതിന് ഇവള് ചോദിക്കുമ്പോഴാണ് അമ്മയെ സംശയത്തി അതെന്തിനാണ് നീ ഇപ്പൊ ചോദിക്കുന്നത്, അവനെ കന്നേ പോലീസ് അറസ്റ്റ് ചെയ്തില്ല, അതൊക്കെ നടന്ന് 14 വർഷമായി ഇപ്പഴാണ് ചോദിക്കുന്നത് എന്നിന് അമ്മയും പറയുമ്പോഴാണ് ഇത് കേട്ട് വീണ്ടും അവൾ ഞെട്ടിയിട്ട് 14 വർഷമോ 15 വർഷമല്ലായിരുന്നു എന്നിന് അവൾ ആലോചിച്ചോണ്ട് അവിടെ നിന്ന് ജോലിക്ക് പോകും. കാരണം സംഭവിച്ചെന്താന്ന് വെച്ചാൽ ഇവളെന്ന സൈക്കോന്റെ അടുത്ത് രക്ഷപ്പെട്ടതിന് ശേഷം വീണ്ടും അടുത്ത വർഷം അതേ ഡേറ്റ് ആ സൈക്കോ ഇവൾ അന്വേഷിച്ച് ഒന്നാണ്. പക്ഷെ ആ കാര്യം ഇവൾക്കറിയത്തില്ല. അങ്ങനെ അവളും ജോലി സ്ഥലത്തേക്ക് ചെന്നിട്ട് അവൾ ആഗ്രഹിച്ച പോലെ തന്നെ ഫിലിം ഇൻഡസ്ട്രിയിൽ തന്നെ ജോലി ഇടുന്നറിഞ്ഞ് അവൾ ഹാപ്പി ആയിട്ടിരിക്കും. അപ്പോഴാണ് ഇവളുടെ പുറ ഇവളുടെ സീനിയറും വന്നിട്ട് ഇവളെ ബോസ് അത്യാവശ്യമായിട്ട് ഓഫീസ് റൂമിൽ വെച്ച് കാണണം എന്നറിഞ്ഞ് അവളെ പോകാൻ പറയും. അങ്ങനെ ഇവള് നേരിട്ട് ചെല്ലുമ്പോഴാണ് ബോസ് ഇവളോട് ദേഷ്യപ്പെടുന്നത്. ഹിംസോൾ നീ ആയിരുന്നു ആ സുൻജയുടെ വീട്ടിലേക്ക് കയറാൻ നോക്കിയത്, അത് കാരണം അവൻ നമ്മുടെ സിനിമ ആക്ട് ചെയ്തിരുന്നു ഏതിന്റെ ബോസ് ഇവളോട് ദേഷ്യപ്പെടുമ്പോഴാണ് ഇവളും ടെൻഷനായിട്ട് മാം നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഞാൻ അവന്റെ വീട്ടിന്റെ അകത്തൊന്നും കയറിയില്ല, ഞാൻ ജസ്റ്റ് പുറത്ത് നിന്നേ ഉള്ളു, അവനെ തെറ്റിരിച്ച് അറസ്റ്റ് ചെയ്തോണ്ട് പോയതാ എന്നിന് ഇവളും പറയുമ്പോഴാണ് ബോസ് ഇതെല്ലാം വിശ്വസിച്ചിട്ട് ശരി പക്ഷെ ഈ മിസ്അണ്ടർസ്റ്റാൻഡിങ് കാരണം അവൻ നമ്മുടെ സിനിമ ആക്ട് ചെയ്തില്ലെന്ന്, അതുകൊണ്ട് നീ വേണം സത്യമെല്ലാം പറഞ്ഞ് അവനെ മനസ്സിലാക്കാൻ, അതിന് ഞാൻ ചാൻസ് ഒപ്പിച്ചുതരാം ഏതിനെ ബോസും പറഞ്ഞ ഉടനെ ഇവള് സന്തോഷത്തി എന്തുവാ അപ്പൊ എനിക്ക് സുൻജയെ കാണാവോ എന്നിന് ഇവള് മൊത്തത്തിൽ എക്സൈറ്റ് ആകും. അതുകൊണ്ട് അവന് നേരിട്ട് കണ്ട് സംസാരിക്കുന്ന പോലെ ഇവളെ ആലോചിച്ച് നോക്കുമ്പോഴാണ് ഒരുപക്ഷെ അവൻ ഇനി ഇവൾ ഓർമ്മ കാണത്തില്ലെന്ന് അവള് തന്നെ ആലോചിച്ച് കരഞ്ഞോണ്ടിരിക്കും. അപ്പോഴാണ് ബോസ് ഇതെല്ലാം കണ്ടിട്ട് ഹിംസോൾ നിന്റെ ആക്ടിംഗ് ഒക്കെ അവനെ കണ്ടിട്ട് മതി, ഇതുവരെ അവൻ എത്തിയില്ല ഏതിനെ ബോസ് അവളെ വെയിറ്റ് ചെയ്യാൻ വേണ്ടി പറയുമ്പോഴാണ് അതേസമയം ഇവളുടെ കൂട്ടുകാരെ അവളെ ഫോൺ വിളിക്കും. അങ്ങനെ അവള് സന്തോഷത്തിൽ ഫോൺ എടുക്കുമ്പോഴാണ് അവൾ ആ ഫോണിൽ ഇരുന്നോണ്ട് നിലവിളിച്ചോണ്ടിരിക്കും ഹിംസോൾ നിന്റെ വീട്ടിൽ എന്തുവാടി ആരും ഫോൺ എടുക്കാത്ത, എനിക്ക് പ്രഗ്നൻസി ടൈമായി, പ്ലീസ് എന്റെ കൂടെ ആശുപത്രിയിലേക്ക് വാ എന്നിന് അവള് ഫോൺ വിളിച്ച് നിലവിളിക്കുമ്പോഴാണ് അവള് മൊത്തത്തിൽ ഷോക്കായിട്ട് നീ എപ്പോഴാടി പ്രഗ്നന്റ് ആയ എന്നിന് അവളും കൂട്ടുകാരിയുടെ കൂടെ പോകാൻ വേണ്ടി നോക്കും. പക്ഷെ ഇപ്പോഴാണ് ഇവള് സുൻജയെ മീറ്റ് ചെയ്യേണ്ടത്. അങ്ങനെ ഇവൾ എന്താണെന്ന് ആലോചിച്ചോണ്ടിരിക്കുമ്പോഴാണ് ആ ഫോണിൽ കൂടെ കൂട്ടുകാരും കരയുന്ന ശബ്ദമൊക്കെ കേട്ടോണ്ടിരിക്കും. അതുകൊണ്ട് അവളും പെട്ടെന്ന് ആശുപത്രിയുടെ പേരൊക്കെ മനസ്സിലാക്കി അവളും പെട്ടെന്ന് കൂട്ടുകാരെ കാണാൻ വേണ്ടി പോകും. അപ്പോഴാണ് അതേസമയം സുൻജയെ മാസമായിട്ട് ഇവളെ കാണാൻ വേണ്ടി അവിടേക്ക് വരുന്നത്. പക്ഷെ ഇവനും അറിയത്തില്ല ഇവ മീറ്റ് ചെയ്യുമ്പോൾ ഹിംസോളിനെ ആണെന്ന്. അങ്ങനെ അവൻ ആറ്റിറ്റ്യൂഡ് കീപ്പ് ചെയ്ത് അവിടുന്ന് ഷൂലേസ് ഒക്കെ ഇട്ടോണ്ടിരിക്കുമ്പോഴാണ് ഇവളും കൂട്ടുകാരോട് കുറച്ച് സമയം പിടിച്ചു വയ്ക്കാൻ പറയുമ്പോൾ അവളും ദേഷ്യത്തി ഇറങ്ങി വരുന്ന കൊച്ചിനെങ്ങനാടി പിടിച്ചു വയ്ക്കുന്നതെന്ന് പറഞ്ഞ് അവള് ദേഷ്യപ്പെട്ടോണ്ടിരിക്കും. അങ്ങനെ അവളുടെ കൂടെ സംസാരിച്ചോണ്ട് ഇവളും ടെൻഷനായിട്ട് നടന്നു വരുമ്പോഴാണ് പെട്ടെന്ന് ഇവളുടെ ഫ്രണ്ട് സാധനങ്ങൾ ഇരുന്ന് കാണാതെ അവള് സുൻജയുടെ പുറകെ ചെന്ന് ഇടിച്ചിടും. അതോടെ മാസ് കാണിച്ചോണ്ടിരുന്ന അവൻ വെള്ളത്തിലായി പോകും. ഇതൊന്നും മൈൻഡ് ചെയ്യാതെ അവൾ അവിടെ നിന്ന് പോകാൻ നോക്കുമ്പോഴാണ് പെട്ടെന്ന് സുൻജയുടെ സെക്രട്ടറി ഇത് കണ്ടിട്ട് അവളുടെ പുറകെ വരും. എന്തോ മാം ഇങ്ങനെ കാണിക്കുന്ന ഒരു വ്യക്തിയെ വെള്ളത്തിൽ പിടിച്ച് തള്ളിയിട്ടിട്ട് ഒരു സോറ് പോലും ചോദിക്കാതെ പോന്നോ എന്നിന് ഇവനെ വിളിച്ച് കാണിക്കുമ്പോഴാണ് സുൻജ അങ്ങോട്ട് തിരിഞ്ഞിരിക്കും. അതുകൊണ്ട് ഇവളത് അറിയാതെ പറ്റിപ്പോയതാ സോറിന്ന് അവളും വിസിറ്റിംഗ് കാർഡ് കൊടുത്തിട്ട് അവിടെ നിന്ന് പോകും. അതിനെ ശിവന് സുൻജയുടെ അടുത്തേക്ക് വന്നിട്ട് ഇവളെ എന്ന് കാണാൻ വേണ്ടി വന്നെന്ന് പറയുമ്പോഴാണ് അവനും മതി ദേശത്തി അവളുടെ സിനിമ ഞാൻ ആക്ട് ചെയ്തില്ലെന്ന് പറഞ്ഞ ഉടനെ പ്രതികാരം ചെയ്തല്ലേ, എങ്കിൽ പിന്നെ എന്റെ ഡ്രസ്സ് നനയിപ്പിച്ചതിന് അവളുടെ ഇന്ന് പൈസ വാങ്ങിക്കണം, ഇൻക്ലൂഡ് മൈ അണ്ടർവെയർ എന്ന് ഇവനും പറയുമ്പോഴാണ് ഇത് കേട്ട് മറ്റവനും അണ്ടർവെയറോ അതിന്റെ പൈസ നീ ചോദിച്ചു വാങ്ങിക്കാൻ പോകണം, മൊത്തത്തിൽ ചൈൽഡിഷ് ആണല്ലേ എന്നിട്ട് ഇവനും വെറുതെടുത്തോണ്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് വരുന്ന ലേഡീസ് ഒക്കെ സുൻജയ എന്ന് പറഞ്ഞ് അവരൊക്കെ ശബ്ദം ഉണ്ടാക്കുമ്പോൾ ഇവൻ വീണ്ടും ആറ്റിറ്റ്യൂഡ് കീപ്പ് ചെയ്യാൻ തുടങ്ങും. ഹായ് ലേഡീസ് എനിക്ക് പോകാൻ സമയമായി. അങ്ങനെ അതോടെ നമ്മളുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്തിട്ട് മറക്കാതെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. സോ ഇനിയിപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. Shiv Edits.